ഗൾഫ് നാടുകളിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പോസ്തലിക് വിസിറ്ററായി ഇരിങ്ങാലക്കുട രൂപതാംഗമായ റവറൻ ഫാദർ ജോളി വടക്കനെ പരിശുദ്ധ പിതാവ് ലെയോ 14 നിയോഗിച്ചു. ഇത് സംബന്ധിച്ച് വത്തിക്കാൻ അറിയിപ്പ് നൽകി. ഗൾഫ് നാടുകളിൽ സിറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും കർമ്മ പദ്ധതി തയ്യാറാക്കാനുമാണ് അപ്പോസ്തലിക് വിസിറ്ററെ നിയമിച്ചിരിക്കുന്നത്. അറേബ്യൻ ഉപദ്വീപിലെ 2 അപ്പോസ്തലിക് വികാരിയത്തുകളുടെ അധ്യക്ഷന്മാരുമായുള്ള ഐക്യത്തിലും സഹകരണത്തിലുമായിരിക്കും അപ്പോസ്തലിക് വിസിറ്റർ പ്രവർത്തിക്കുന്നത്. തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും പരിശുദ്ധ സിംഹാസനത്തെ അറിയിക്കണമെന്നും വിസിറ്ററോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭ മുഴുവനും, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലെ സിറോ മലബാർ വിശ്വാസി സമൂഹവും ഏറെ നാളുകളായി കാത്തിരുന്ന ഒരു നിയമനമാണ് ഇപ്പോൾ വത്തിക്കാൻ നടത്തിയിരിക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവും പെർമനന്റ് സിനഡ് അംഗങ്ങളും 2024 മെയ് 13 ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഔപചാരികമായി സന്ദർശിച്ച അവസരത്തിൽ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് പരിശുദ്ധ പിതാവ് നടത്തിയ പ്രഖ്യാപനത്തിലൂടെയാണ് ഗൾഫ് നാടുകളിൽ സിറോ മലബാർ സഭകൾക്ക് അജപാലനാവകാശം ലഭിച്ചത്. അതിനെ തുടർന്ന് 2024 ഒക്ടോബർ 29 മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെയും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെയും മാർ ജോസഫ് പ്ലാമ്പാനി പിതാവിൻ്റെയും സാന്നിധ്യത്തിൽ കർദിനാൾ പിയാത്രോ പരോളിൻ പിതാവിൻ്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിൽ നടത്തിയ ഉന്നത അധികാര യോഗത്തിലാണ് ഗൾഫ് നാടുകളിൽ രൂപപ്പെടുത്താനിരിക്കുന്ന അജപാലന സംവിധാനങ്ങളുടെ ആദ്യപടിയായി അപ്പോസ്തലിക് വിസിറ്ററെ നിയമിക്കാൻ തീരുമാനമായത്. അതിൻ പ്രകാരം വത്തിക്കാൻ്റെ നിർദ്ദേശമനുസരിച്ച് 2025 ജനുവരി മാസത്തിൽ സമ്മേളിച്ച 33ാമത് മെത്രാൻ സിനഡിൻ്റെ 1ാം സമ്മേളനം അപ്പോസ്തലിക് വിസിറ്റർ സ്ഥാനത്തേക്ക് നിയമിക്കപ്പെടാവുന്ന ഏതാനും പേരുകൾ തീരുമാനിച്ച് വത്തിക്കാനിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ നടപടികളുടെ പൂർത്തീകരണത്തിലാണ് ഇപ്പോൾ അപ്പോസ്തലിക് വിസിറ്റർ നിയമിതനായിരിക്കുന്നത്. 1965 തൃശൂർ ജില്ലയിലെ മാളയിൽ ജനിച്ച ഫാദർ ജോളി വടക്കൻ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വൈദിക പരിശീലനത്തിനായി തൃശൂർ രൂപത മൈനർ സെമിനാരിയിൽ ചേർന്നു. തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ ആലുവ സെൻറ് ജോസഫ് പൊന്തഫിക്കൽ സെമിനാരിയിൽ പൂർത്തിയാക്കിയതിനു ശേഷം 1989 അന്നത്തെ ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട രൂപതയിലെ ഏതാനും ഇടവകകളിൽ ശുശ്രൂഷ ചെയ്ത ശേഷം ഫാദർ ജോളി വടക്കൻ റോമിലെ സലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മീഡിയയിലും മതബോധനത്തിലും ലെസൻഷ്യേറ്റ് ബിരുദം കരസ്ഥമാക്കി. രൂപത മീഡിയ ഡയറക്ടർ, മതബോധന ഡയറക്ടർ, ബൈബിൾ അപ്പോസ്തലേറ്റ് ഡയറക്ടർ, പാസ്റ്ററൽ സെൻറ്റർ ഡയറക്ടർ തുടങ്ങിയ ഉത്തരവാദിത്വങ്ങൾക്ക് പുറമെ വിവിധ ഇടവകകളിൽ വികാരിയായും അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. 2013 മുതൽ 2019 വരെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മാധ്യമ കമ്മീഷൻ സെക്രട്ടറിയായിരുന്നു. 2024 ജൂലൈ മുതൽ ഇരിങ്ങാലക്കുട രൂപതയുടെ സിഞ്ചലൂസായി സേവനം ചെയ്തു വരുമ്പോഴാണ് പുതിയ നിയമനം ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ.